എവിടെയാണെന്നുള്ളതല്ല, നമ്മൾ ആരുടെ കൂടെയാണെന്നുള്ളതാണ് ഫൺ എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. വെറുതെ യാത്രകൾ അധിക ചെലവല്ലേ എന്ന് ചോദിക്കുന്ന മലയാളിയായ ഒരു ശരാശരി യുവാവായിരുന്നു ഞാനും. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ വരും, ക്യൂ നിൽക്കുന്ന സമയത്ത് അയ്യോ സാറ് ക്യൂ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രിവിലേജസ് ലൈഫിൽ കിട്ടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കാല് ഭൂമിയിൽ നിന്ന് പയ്യെ പൊങ്ങി തുടങ്ങും. അപ്പം നമ്മൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ പോവുക, അറിയാത്ത ആളുകളായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒന്നുമല്ല. ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ കാണിച്ച ധൈര്യത്തിൽ എനിക്ക് കിട്ടിയതാണിത്. ഒരിക്കലും ഞാനായിട്ട് നടത്തിയ ചോയ്സസ് അല്ല. 2, 3, 4 സിനിമകൾ മോശമായിട്ട് 5ാമത്തെ സിനിമ കാണാൻ ഇതിലെങ്ങാനും ഇവനൊരു നല്ല സിനിമ ചെയ്താലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്ന പ്രേക്ഷകർ തന്നെയാണ് എൻ്റെ കരിയറിൽ എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ സെലിബ്രേഷനുമായിട്ട് ഒരാളും കൂടെ എത്തുന്നത്, ജീവിതയാത്രയിൽ സമയം കൂടെ കൂടുന്നു. 12 വർഷമായി ഇതേ സമയമായിട്ടുള്ള ഒരു സർക്യൂട്ട് തുടങ്ങിയിട്ട് എന്റെ സർക്യൂട്ടുകളുടെ ഐഡിയോളജി മാറ്റിയ ആളാണ് സമയം. എന്റെ വീട്ടിൽ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും സിനിമാ നടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമോ എന്നുള്ളത്. പിന്നെ ഉറപ്പല്ലേ. ഒരു പക്ഷെ അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും മലയാളത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ബാച്ചിലർ ആയിട്ട് തുടർന്നേനെ. സമയമായിട്ട് പോയതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു യാത്ര ഏതായിരുന്നു? ദുബായിൽ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യുന്ന ആരോട് ചോദിച്ചാലും ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു സ്ഥലം ഒന്നേ ഉള്ളൂ, ദുബായ്. കഥ തുടരുന്നു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ മമതയുടെ കവിളിലൊരു ഉമ്മ കൊടുക്കുന്ന ഒരു ഷോട്ടുണ്ട് ആ പാട്ടില്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള 2 പേര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇത് ശരിക്കും കിസ് കൊടുക്കുമല്ല, ഇത് ഫിലിം അടുപ്പിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. 6 ഉണ്ട് 60 ഉണ്ട്. ഞങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഇല്ലാതെയാണ് ഇന്ന് ആസിഫിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. കണ്ണാണോ ചിരിയാണോ കൂടുതൽ മാർക്ക് ഏതിന് നൽകും? ചിരിക്ക്. സൈന സൗത്ത് പ്ലസ് പ്രസൻസ് പെട്ര സ്റ്റീൽ ഡോർ ആൻഡ് മോർ സർക്യൂട്ട് എന്ന ഷോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോർസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. കഴിഞ്ഞ 16 വർഷമായിട്ട് മലയാളികളോടൊപ്പം മലയാള സിനിമയോടൊപ്പം സർക്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ താരവുമായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അഭിമാനത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട വെരി കരിസ്മാറ്റിക് ആക്ടർ ആസിഫ് അലി. സിനിമാ പാരമ്പര്യം ഇല്ലാത്തൊരു വീട്ടിൽ നിന്നും വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നും സിനിമയിലെത്തി ഇത്രയും വിജയമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഈ ഒരു സർക്യൂട്ട് നടത്തുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസും ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. കാരണം സിനിമയിലേക്ക് എത്തിപ്പെട്ട ഒരു ടൈമാണോ, കയറാൻ എടുത്തൊരു ടൈമാണോ, അതിൽ സർവൈവ് ചെയ്യാൻ എടുത്തൊരു ടൈമാണോ, അതോ കംബാക്ക് നടത്താൻ എടുത്തൊരു ടൈമാണോ? വിച്ച് വാസ് മോസ്റ്റ് സ്ട്രഗ്ലിംഗ് ഫോർ യു? സിനിമയിൽ വരിക എന്ന് പറയുന്നതല്ല, സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇപ്പം നമ്മളെപ്പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, ഒരുപാട് പേര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണ് സിനിമ എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഫെയിമും ചിലപ്പം അതിനോടുള്ള പാഷനും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള ഇഷ്ടമായിരുന്നു. പക്ഷെ ദൈവസഹായം കൊണ്ട് എങ്ങനെയോ സിനിമയിലെത്തി. നല്ല സിനിമകൾ ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ കരിയറിൽ, ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്. ഏറ്റവും നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, ഏറ്റെടുത്ത സിനിമകൾ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റുക, അതൊക്കെയായിരുന്നു എൻ്റെ കരിയറിലെ ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എല്ലാവർക്കും അത് തന്നെയാണ് പ്രശ്നം. കാര്യം സിനിമയുമായി റിലേറ്റഡ് ആയി നിൽക്കുന്ന, സിനിമയോട് ക്ലോസ് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും കമ്മിറ്റ്മെൻ്റ് ഉള്ളത് പ്രേക്ഷകരോടാണ്. പ്രേക്ഷകരാണ് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വരുന്നവർ. അവർക്ക് സിനിമ എന്ന് പറയുന്നത് അവരുടെ ഒരു എവ്രിഡേ ലൈഫിൽ ഭയങ്കര
അത്യാവശ്യമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ, ഒരുമിച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് ഒരു സിനിമ കാണാൻ പോകുക എന്നുള്ളതാണ്. അപ്പം എൻ്റെയൊക്കെ ഏറ്റവും വലിയ ഓർമ്മകൾ എപ്പോഴും ഇപ്പം ഓണം ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഈവൻ വീക്കെൻഡ്സ് ആയാലും ഇപ്പോൾ വാപ്പായും ഉമ്മായും അനിയനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നത് ഒരു സിനിമയ്ക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ആ പോകുന്ന സിനിമ നല്ല സിനിമ അല്ലെങ്കിൽ 1 or 2 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ മൂന്നാമത് പോകുമ്പോഴും ആ സിനിമ മോശം സിനിമയാണെങ്കിൽ പിന്നെ നമുക്ക് സിനിമ വേണ്ട, നമുക്ക് വല്ല ബീച്ചിലോ വല്ലതും പോവാം എന്ന് തോന്നും. അപ്പം എല്ലാവർക്കുമുള്ള ആഗ്രഹം ഈ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരോട് മാക്സിമം നീതി പുലർത്തുക, നല്ല സിനിമ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്റെയും ഏറ്റവും സ്ട്രഗിൾ അത് തന്നെയായിരുന്നു. ആസിഫിന്റെ ഏറ്റവും വലിയ വിജയിച്ച ചിത്രങ്ങളുടെ കഥകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത്. പക്ഷെ ഏറ്റവും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ഒരു സ്റ്റാർ, സോ കോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ആസിഫ് മാത്രമായിരിക്കും. സോ അതിന്റെ ഒരു കറേജ് എവിടെ നിന്നാണ് ആസിഫ് കിട്ടുന്നത് ആക്ച്വലി? അതൊരിക്കലും ഞാനായിട്ട് എടുത്ത തീരുമാനങ്ങളോ ഞാൻ നടത്തിയ ഒരു അത്ഭുത പ്രവൃത്തിയോ ഒന്നുമല്ല. അത് ശ്രമിച്ചുകൊണ്ട് ഇപ്പൊ ലൈഫിൽ എന്താണെങ്കിലും നമ്മൾ ചെയ്യല്ലേ, ഏത് കാര്യമാണെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമല്ലോ. അപ്പൊ ഞാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നല്ല സിനിമകളിൽ എത്തിപ്പെട്ടതാണ്. അതൊരിക്കലും എൻ്റെ ചോയ്സസ് അല്ല. ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ കാണിച്ച ധൈര്യത്തിൽ എനിക്ക് കിട്ടിയതാണിത്. ഒരിക്കലും ഞാനായിട്ട് നടത്തിയ ചോയ്സസ് അല്ല. പിന്നെ നമ്മൾ ഇത്രയും മീര പറഞ്ഞ പോലെ 16 വർഷം സിനിമയുടെ ഭാഗം, 16 വർഷമൊക്കെ ഏത് ജോലി നമ്മൾ ചെയ്താലും അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഞാനും അറിയാതെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ചോയ്സസിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം നല്ല സിനിമകൾ അങ്ങനെ ചിലപ്പം ഒരു പകുതി എൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ടാവും, ബാക്കി പകുതി തീർച്ചയായിട്ടും ദൈവത്തിന്റെ തന്നെയാണ് കയ്യിലാണ്. അപ്പൊ ഇത്രയും പറയുമ്പോഴും ഈ ഒരു സമയത്തൊക്കെ ഓരോ സിനിമ കഴിയും തോറും അടുത്തൊരു ശക്തമായ ഒരു കംബാക്ക് നടത്തുന്ന ഒരു പോയിന്റിൽ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരായിരുന്നു? വാസ് ദാറ്റ് ദ ഫാമിലി ഓർ ദ ഫ്രണ്ട്സ്? ലൈക്ക് അത് 100% പ്രേക്ഷകർ തന്നെയാണ് ഉറപ്പായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2, 3, 4 സിനിമകൾ മോശമായിട്ട് 5ാമത്തെ സിനിമ കാണാൻ ഇനി ഇതിലെങ്ങാനും ഇവനൊരു നല്ല സിനിമ ചെയ്താലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്ന പ്രേക്ഷകർ തന്നെയാണ് എൻ്റെ കരിയറിൽ എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, കുഞ്ഞു കുടുംബ സംസാരങ്ങളിലായിക്കോട്ടെ, എവിടെയൊക്കെയോ പ്രേക്ഷകർ എന്നോടൊരു ഇഷ്ടവും വാത്സല്യവും കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങും. കാരണം ഇന്ന് ആസിഫാണ് സർക്കിട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ഒരേപോലെ പറഞ്ഞു. കാരണം കണ്ടോ, 6 ഉണ്ട് 60 ഉണ്ട് ഞങ്ങൾക്ക്. ആ ഒരു വ്യത്യാസം ഇല്ലാതെയാണ് ഇന്ന് ആസിഫിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരുപാട് അമ്മമാർ ആസിഫിനെ കാണണം എന്ന്, നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കുന്ന ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മക്കൾ ഒരുപാട് പേരില്ലേ ആസിഫിനെ ആദ്യമായിട്ടാണോ നേരിട്ട് കാണുന്നത്? നേരിട്ട് ലൈവായിട്ട് ഇങ്ങനെ കുറേ പേര് അല്ലാണ്ട് പ്രോഗ്രാംസിന് കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഈ കണ്ണാണോ ചിരിയാണോ കൂടുതൽ മാർക്ക് ഏതിന് നൽകും? കണ്ണിനോർ ചിരിക്ക്. അപ്പൊ ആസിഫിന്റെ ലൈഫിലൂടെ, ഒരു സിനിമ ലൈഫിലൂടെ ഒരു സർക്കിട്ട് ചേച്ചി ഒന്ന് നടത്തിക്കോട്ടെ. ആദ്യ സിനിമ തൊട്ട് ഇപ്പൊ ഉള്ള മേജർ മൈൽ സ്റ്റോൺസ് വരെ, സർക്കിട്ട് വരെ എത്തി നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു യാത്ര. റെഡിയാണോ? ഓക്കെ. അതിൽ ആദ്യ സിനിമ ഞങ്ങളുടെയൊക്കെ നൊസ്റ്റാൾജിയായ ഋതു എന്ന് പറയുമ്പം എനിക്കിപ്പോഴും ക്യാമ്പസിൽ നിന്ന്, എന്റെ ഫസ്റ്റ് ഇയർ കോളേജ് ലൈഫിൽ നിന്ന് പോയി കാണുമ്പോൾ ഇതാരാണ് ഇത്ര ഡിസ്ട്രാക്ടിംഗ്ലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു താരമെന്ന് ഞാനിങ്ങനെ സ്ക്രീനിൽ കണ്ണിമ ചിമ്മാതെ നോക്കിക്കൊണ്ടിരുന്ന ആസിഫ് ഇപ്പൊ ഋതുവിലേക്ക് എത്തിയ ഒരു സർക്കിട്ട് എങ്ങനെ ഓർത്തെടുക്കുന്നു? ഋതുവിലേക്ക് എത്തിയത് കുറെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പറയാനൊരു കഥ ഉണ്ടാവും. അതുപോലത്തെ ഒരു കഥ എനിക്കും ഉണ്ടായിരുന്നു. സിനിമ ആഗ്രഹിച്ച് എറണാകുളത്ത് വന്നു, ഒരുപാട് ഓഡിഷൻസ് കൊടുത്തു, ഒരുപാട് സംവിധായകരെ പോയി കണ്ടു. അപ്പൊ അങ്ങനെ ശ്യാം സാറിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഋതു എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്യുന്ന പുതിയ സിനിമ, അതിൽ എല്ലാവരും 99% ആളുകളും പുതിയ ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ പോയി ഒരു ഓഡിഷൻ കൊടുത്തു. അങ്ങനെ ഓഡിഷൻ വഴിയാണ് ഞാൻ ഋതുവിലേക്ക് എത്തുന്നത്. എനിക്കൊന്ന് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് തന്നെ വന്ന ഒരാളാണ് ആസിഫ്. ഒരുപാട് ഈ പറഞ്ഞ മാതിരി കൃത്യമായിട്ട് അല്ലാതെ പെട്ടെന്ന് ഈ പറയില്ല നമ്മൾ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു അങ്ങനെ പെട്ടെന്ന് ചാടിക്കറി വന്ന ഒരാളൊന്നും അല്ല. നിന്ന് പയറ്റി തെളിഞ്ഞ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ഇപ്പൊ പറയാനുള്ള ഒരുപാട് പേരുടെ കഥ കേട്ട എന്റെ സ്ട്രഗിളൊന്നും ഒന്നുമല്ല. ഞാൻ വന്ന് ശ്രമിച്ച് ഒരു 2-3 വർഷത്തിനുള്ളിൽ എനിക്ക് എന്റെ ആദ്യ സിനിമ സംഭവിച്ചു. അപ്പൊ അതിനേക്കാളൊക്കെ ഒരുപാട് ശ്രമം നടത്തുന്ന, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെക്കാളൊക്കെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് ഇപ്പൊ എന്റെ കഥയിലെ ഹീറോ എപ്പോഴും ഞാനായിരിക്കുമല്ലോ. എന്റെ സ്ട്രഗിൾസ് ആണ് എനിക്ക് ഏറ്റവും വലുത്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ എന്നേക്കാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോഴും സിനിമയ്ക്ക് ശ്രമിക്കുന്നവരുണ്ടാവും.
അതുപോലെ അടുത്തൊരു ആസിഫിന്റെ ഞാനൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ കഴിഞ്ഞ് സോൾട്ട് ആൻഡ് പെപ്പർ എത്തി. അപ്പോഴവിടെ ലാൽ സാറും ശ്വേത എന്ന് പറയുന്ന വലിയ രണ്ട് ഐക്കൺസ് നിൽക്കുമ്പോഴും ആസിഫ് കൃത്യമായിട്ട് ആസിഫിന് തന്ന ക്യാരക്ടർ നമുക്ക് വേണ്ടി അത് കോൺട്രിബ്യൂട്ട് ചെയ്തു. എപ്പോഴെങ്കിലും ആ സിനിമ സോൾട്ട് ആൻഡ് പെപ്പർ കൈവയ്ക്കുന്ന സമയത്തൊന്ന് തോന്നിയിരുന്നോ വേണമോ വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നോ? കാരണം ലാൽ സാറുണ്ട്, ശ്വേതയുടെ ക്യാരക്ടേഴ്സ് സോ ബിഗ്, ഭയങ്കര ഇമ്പോർട്ടൻസിൽ നിൽക്കുന്നുണ്ട്, ഒരു സബ് റോളിലേക്ക് ഞാൻ മാറാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു അലട്ടൽ വല്ലതും വന്നായിരുന്നു? ഇല്ല മീര, ഞാൻ ഇതുവരെ ഇപ്പൊ ഞാൻ ഒരുപാട് സിനിമകളിൽ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടിംഗ് റോൾസ് ചെയ്തിട്ടുണ്ട്, വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ എനിക്ക് തോന്നുന്നു എന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച സിനിമകളാണ്. അപ്പൊ അതിൻ്റെ അകത്തൊന്നും എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു അന്ന് അതിനുള്ള മെച്യൂരിറ്റിയും ബുദ്ധിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളാണെന്ന് തോന്നുന്നതിന്റെ ഭാഗമാവുക എന്നുള്ളതായിരുന്നു അന്നത്തെ സ്ട്രാറ്റജി. ഇപ്പൊ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതും ചെയ്യാൻ താല്പര്യമില്ലാത്തതും ഒക്കെ ആയ ഒരുപാട് സിനിമകളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ കരിയറിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളതാണ്. അപ്പൊ ചിലതൊക്കെ നന്നായി, ചിലതൊക്കെ മോശമായി. പക്ഷെ അതിനൊക്കെ ഒരു സ്ട്രോങ് ബേസ് ആയിരുന്നു എൻ്റെ കരിയറിന്. ഇപ്പം കരിയർ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകരുടെ കൂടെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യാൻ പറ്റി. ഇപ്പം ശ്യാം സാറിന്റെ കൂടെ, സിബി സാറിന്റെ കൂടെ, സത്യേട്ടന്റെ കൂടെ, ജോഷി സാറിന്റെ കൂടെ. അത് കഴിഞ്ഞിട്ടൊരു ന്യൂ ജനറേഷൻ അന്നത്തെ ഒരു വേവ് ആയിരുന്നു. അമലേട്ടന്റെ കൂടെ, അമൽ നീരദിന്റെ കൂടെ ചെയ്തു, എങ്ങനെ ആഷിഖ് കപൂറിന്റെ കൂടെ ചെയ്തു, സുഗീതിന്റെ കൂടെ ചെയ്തു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയ ഒരു സംവിധായകൻ ആരായിരിക്കും? കാരണം ഇത്രയും ജോണർ ഓഫ് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇവിടെ തമിഴിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യിപ്പിച്ച് സെറ്റിലിട്ട് പണിയെടുപ്പിച്ച ഒരു ഡയറക്ടർ? അല്ല, പണിയെടുപ്പിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്ന സംവിധായകൻ സിബി മലയിലായിരുന്നു. കാര്യം നമ്മള് മലയാളികളുടെ സിനിമാ അനുഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മികച്ച സിനിമകളിൽ നമ്മൾ എപ്പോഴും പറയുന്ന സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന്റെ കൂടെ ഏറ്റവും സിനിമകൾ ചെയ്ത, ലാലേട്ടന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്യുമ്പോൾ ആ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമായിരുന്നു. ഏറ്റവും ബഹുമാനത്തോടു കൂടി ഒരു ഫാദർലി ഫിഗറായിട്ട് എന്നും ഞാൻ കാണുന്ന ഒരാളാണ് സിബി മലയിൽ സാർ. ഇപ്പൊ ഞാൻ ഏറ്റവും അവസാനം ചെയ്തത് കൊത്ത് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ പോലും എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലാനും സംസാരിക്കാനും ഒക്കെ ഒരു ബഹുമാനം കലർന്ന പേടി എപ്പോഴും ഉണ്ടാവും. അതാണ് എൻ്റെ കരിയറിൽ ഞാൻ എപ്പോഴും അങ്ങനെ കാണുന്ന ഒരു സംവിധായകൻ. അതൊരിക്കലും പേടിപ്പിക്കുന്നതോ പണിയെടുപ്പിക്കുന്നതോ അല്ല. നമ്മൾ ഒരു പ്രിൻസിപ്പളിന്റെ പീരീഡ് നമുക്ക് സ്കൂളിൽ ഉണ്ടാവുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ടാവില്ലേ? ആ ഒരു ഫീൽ എപ്പോഴും, അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരമാണ് സിബി മലയിൽ സാറിന്റെ കൂടെ സിനിമകൾ ചെയ്യുന്നത്. കോയിൻസിഡൻസിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. അപ്പൊ ഞാൻ ഓരോ സിനിമ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ അഭിനയവും സിനിമയോടുള്ളത് മാത്രമല്ല, ലൈഫിലെ ബേസിക് ഡിസിപ്ലിൻ മുതൽ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സിബി മലയിൽ സാറിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത് ഒരു ന്യൂ വേവിന് തുടക്കം കുറിച്ച ഒരു സിനിമയായിരുന്നു ഹണീബി. അങ്ങനെ ഒരു പേരും, അങ്ങനെ കള്ളിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് കള്ളു കുടിക്കുന്നതും കള്ളിന്റെ ഒരു ഭയങ്കര സെലിബ്രേഷൻ നമ്മൾ ആസ്വദിച്ച ഒരു പടമായിരുന്നു ഹണീബി, അല്ലേ? ഹണീബി ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട്? ചേച്ചി കണ്ടോ ഹണീബി ഫാനാന്ന്. കണ്ടോ, അയ്യോ ചേച്ചിമാര് മൊത്തം ഹണീബി ഫാനാന്ന്. മൊത്തം ആ ഒരു സെറ്റിൽ ഒരു ജേർണി, ഒരു യാത്ര എങ്ങനെ ഓർത്തെടുക്കാണ്? കാരണം ഹണീബി എന്ന് കേൾക്കുമ്പോൾ ഹണീബി ശരിക്കും ഞാൻ ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാൽ സാർ, സോൾട്ട് ആൻഡ് പെപ്പറിലാണ് ഞാൻ അദ്ദേഹമായിട്ട് അടുക്കുന്നത്. പക്ഷെ ഒഴിമുറിയുടെ സമയത്താണ് ഭയങ്കര ക്ലോസ് ആവുന്നത്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുമിച്ചായിരുന്നു ലൊക്കേഷനിലേക്കുള്ള യാത്രയും താമസവും എല്ലാം. അപ്പൊ ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ, അദ്ദേഹത്തിന്റെ മകൻ ജീൻ പഠിത്തം, സിനിമയാണ് ജീൻ പഠിച്ചത്, അപ്പം സംവിധാനമാണ് പഠിച്ചത്. സംവിധാനം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ജീനിന്റെ ഒരു സ്ക്രിപ്റ്റ് കേൾക്കാം. അപ്പൊ അത് നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ മൊത്തം സ്ക്രിപ്റ്റായിട്ട് ഞാൻ വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. അതിനൊരു പുതുമ അന്ന് ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് ഒരു പുതുമയുണ്ടായിരുന്നു. പക്ഷെ ലാൽ സാറിന്റെ ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമാണ്. ലാൽ സാറിന്റെ സുഹൃത്തുക്കളും ലാൽ സാറിന്റെ ടെക്നീഷ്യൻസും എല്ലാവരും ഒരു കുടുംബം പോലെയാണ് സിനിമ ചെയ്യുന്നത്. ആ സിനിമയുടെ ലൊക്കേഷൻ എപ്പോഴും ആ സിനിമ പോലെ തന്നെ ഭയങ്കര ആഘോഷമുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പൊ അത് ഒരു വെക്കേഷൻ മോഡ് തന്നെയാണ്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോസ്റ്റാറുമായ ഭാവന, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു. ഒഴിമുറിയായിരുന്നു ആദ്യം ചെയ്തത്, അതിനുശേഷം വീണ്ടും ഒരുമിച്ച് വരുന്നു. അങ്ങനെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ. ഇപ്പൊ ബാബുവേട്ടനാണെങ്കിലും, ആംബ്രോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ബാലു,
അപ്പൊ അങ്ങനെ ഒത്തിരി നല്ല സുഹൃത്തുക്കളും ഒരുപാട് നല്ല ബന്ധങ്ങളും കിട്ടിയ ഒരു സിനിമയായിരുന്നു. പിന്നെ ഇപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ ഈ 16 വർഷം ഇത്രയും സിനിമകൾ ചെയ്തിട്ടും എന്നെ പറ്റി പറയുമ്പോൾ ആദ്യം ആളുകൾക്ക് ഓർമ്മ വരുന്നത് ഹണീബിയാണ്. ഹണീബിയാണ്. അല്ല, ഈ ഹണീബി കരിയർ പറയുമ്പോഴും ഹണീബിയുടെ ആ ഒരു സമയത്ത് തന്നെയാണ് ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ പോലെ സെലിബ്രേഷനുമായിട്ട് ഒരാളും കൂടെ എത്തുന്നത്. ജീവിതയാത്രയിൽ സമയം കൂടെ കൂടുന്നു. 12 വർഷമായി ഇതേ സമയമായിട്ടുള്ള ഒരു സർക്കിട്ട് തുടങ്ങിയിട്ട് സമയം എന്ന പെൺകുട്ടീനെ, ഭാര്യനെ, അമ്മേനെ ഒക്കെ ഇതേ ഇപ്പം ആസ് എഫ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു യാത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വിത്ത് സമ? എന്റെ വീട്ടിൽ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും സിനിമാ നടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമോ എന്നുള്ളത്. ആണോ? പിന്നെ ഉറപ്പല്ലേ. അല്ല, സിനിമാ നടി അത്ര പേടിക്കേണ്ട ആൾക്കാർ അല്ല, വീട്ടുകാർക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ, ഞാൻ എന്റെ ഒരു കോ ആക്ടേഴ്സിനെ പറ്റിയിട്ട് ഞാൻ മോശമായിട്ട് കാണുന്നവനോ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും എന്റെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും അല്ലെ, അമ്മയുടെ മോൻ സിനിമയിലാണെങ്കിൽ നമുക്കൊരു ചിന്തയുണ്ടാവും. കാര്യം നമുക്ക് അറിയില്ല, നമ്മൾ സിനിമയെ കാണുന്നു, സോങ് ഷൂട്ടില് നായകനെ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അല്ലെ, കഥ തുടരുന്നു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എന്റെ അതിലെ ആദ്യത്തെ സോങ് റിലീസ് ആയപ്പോ ഞാൻ മമതയുടെ കവിളിലൊരു ഉമ്മ കൊടുക്കുന്ന ഒരു ഷോട്ടുണ്ട് ആ പാട്ടില്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള 2 പേര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഇത് ഫിലിം അടുപ്പിക്കുന്നതാണ്, ഇത് കിസ് ശരിക്കും കിസ് കൊടുക്കുമല്ല, ഇത് ഫിലിം അടുപ്പിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ എപ്പോഴും നായികയെ പറ്റി, നായകന്മാരെ പറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബേസിക്കലി അങ്ങനെ ഒരു ഭയത്തിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുന്നതും വീട്ടിൽ പറയുന്നതും. അത് പെട്ടെന്ന് കല്യാണത്തിലേക്ക് സംഭവിച്ചു. 27ാമത്തെ വയസ്സിലാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എപ്പോഴും ദൈവത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും മലയാളത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ബാച്ചിലർ ആയിട്ട് തുടർന്നേനെ. സമയമായിട്ട് പോയതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു യാത്ര ഏതായിരുന്നു? ഒരു സ്ഥലത്തിന്റെ പേരാണെങ്കിൽ ഒരു സ്ഥലമായിട്ട് പറയില്ല. എന്റെ സർക്കിട്ടുകളുടെ ഐഡിയോളജി മാറ്റിയ ആളാണ് സമ. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെയാണെന്നുള്ളതല്ല, നമ്മൾ ആരുടെ കൂടെയാണെന്നുള്ളതാണ് ഫൺ എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. എൻ്റെ ഫ്ലാറ്റിലോ വീട്ടിലോ പറമ്പിലോ എൻ്റെ സുഹൃത്തുക്കൾ വന്ന് കൂടുന്നതോ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതോ ആയിരുന്നു. എനിക്ക് എപ്പോഴും വെറുതെ യാത്രകൾ അധിക ചെലവല്ലേ എന്ന് ചോദിക്കുന്ന മലയാളിയായ ഒരു ശരാശരി യുവാവായിരുന്നു ഞാനും. അല്ലേ, നമുക്ക് അങ്ങനെ എന്തിനാണ് യാത്രകൾ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ സമയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ആദ്യമായി യാത്രകൾ ചെയ്തു തുടങ്ങിയത്. അതായത് ഫാമിലി ഒരുമിച്ചും സുഹൃത്തുക്കൾ ഒരുമിച്ചും 5-6 ദിവസത്തെ യാത്രകൾ പ്ലാൻ ചെയ്തു. അത് എങ്ങോട്ട് പോകുന്നു എന്നല്ല, ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് സമയുടെ നിർബന്ധപ്രകാരമായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി, എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ അത് റിട്ടേൺ ആയിരുന്നു. ഇപ്പൊ നമ്മള് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോൾ എന്നെ അറിയാവുന്നവര്, എന്നെ ഇഷ്ടപ്പെടുന്നവര്, അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രിവിലേജസ് കിട്ടും അല്ലെ. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ വരും, കാണാൻ സ്നേഹം കാണിക്കും, ഫോട്ടോ എടുക്കും. പല സമയത്തും നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് അയ്യോ സാറ് ക്യൂ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രിവിലേജസ് ലൈഫിൽ കിട്ടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കാല് ഭൂമിയിൽ നിന്ന് പയ്യെ പൊങ്ങി തുടങ്ങും. നമ്മളൊരു സാധാരണക്കാരനല്ലാതായി മാറും. നമ്മൾ എവിടേക്കോ ഞാനൊരു സ്പെഷ്യലാണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങും. അപ്പൊ നമ്മൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ പോവുക, അറിയാത്ത ആളുകളായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒന്നുമല്ല എന്നുള്ളത്. അത് എൻ്റെ യാത്രകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ കാല് ഭൂമിയിൽ നിന്ന് പൊങ്ങി തുടങ്ങുമ്പോൾ ഞാനൊരു യാത്ര പോയി. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇപ്പം ഇല്ല എന്ന് നമ്മളൊക്കെ പറയുന്നതാണ്. നമ്മുടെ സ്കിൻ ടോണിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കുഞ്ഞു രീതിയിലുള്ള അത്തരത്തിലുള്ളതെല്ലാം നമ്മൾ യാത്രകളിലൂടെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലൈഫിൽ ഒന്നുമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ഒന്നുമല്ല, നമ്മളൊരു ഇത്രയും നാള് ഭൂമിയിൽ ജീവിച്ചു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്നുള്ളത് ഈ യാത്രകളിലൂടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. പോയ കൺട്രീസിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് തോന്നിയ ഒരു സ്ഥലം വിത്ത് സമ ആൻഡ് കുഞ്ഞുങ്ങളുമായിട്ട് പോയത്? ഞാൻ അവസാനം പോയത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞാൻ റോമിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. വെറ്റിക്കാനിൽ പോകാൻ പറ്റി. ഇപ്പോൾ പോപ്പിനെ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ. അതൊന്നും ലൈഫിൽ ഒരിക്കലും നടക്കും എന്ന് വിചാരിച്ചിരുന്നല്ല. ലൈഫിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള തീരുമാനങ്ങളും യാത്രകളും ഒക്കെ കാരണം സംഭവിച്ചതാണ്. പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യുന്ന ആരോട് ചോദിച്ചാലും ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു സ്ഥലം ഒന്നേ ഉള്ളൂ, ദുബായ്.
അത് നമ്മൾ ഇനിയിപ്പോൾ ലോകത്ത് നമ്മൾ കാണാൻ പോകണം എന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളെല്ലാം കണ്ടു വന്നാലും പിന്നെ നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ ഇപ്പൊ ലോകാത്ഭുതങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ എൻ്റെ ഉണ്ടോ, ഞാൻ എല്ലാവരെ പറ്റി അല്ല പറയുന്നത്, നമ്മൾ പോയി കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളും ഇപ്പം ഐഫൽ ടവറൊക്കെ നമ്മൾ പോയി കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു, ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കോളം ടിക്കാണ്. പിന്നെ ഒരിക്കലും കൂടെ അതിൻ്റെ അടിയിൽ പോയി നിൽക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതൊന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ദുബായിൽ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, ഒരു അത്ഭുതമായിട്ട് തോന്നും. ഇപ്പൊ ഈ സിനിമ സർക്കിട്ട് ഞങ്ങൾ കംപ്ലീറ്റ്ലി ദുബായിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഇതിന്റെ ടെക്നീഷ്യൻസ് ഇപ്പോൾ തമാർ, ഇതിന്റെ സംവിധായകൻ അയാസ്, ഇതിന്റെ സിനിമറ്റോഗ്രാഫർ, ഇവരെല്ലാവരും ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള, ദുബായ് സെറ്റിൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ കാണാത്ത, നമ്മൾ മലയാള സിനിമയുടെ സ്ഥിരം കാണുന്ന ദുബായിൽ നിന്ന് മാറി ദുബായിയുടെ ഈ കളർഫുള്ളും എക്സൈറ്റിങ്ങും ഒന്നും അല്ലാത്ത ഒരു ഭാഗം കാണിക്കാൻ, അതായത് നമ്മൾ മലയാളികൾ പോയി സ്ട്രഗിൾ ചെയ്ത്, നമ്മൾ നാട് വിട്ട് ഒരു പ്രവാസിയായി അവിടെ പോയി നിന്ന് നമ്മളുടേതായ സ്ട്രഗിളിൽ നമ്മൾ അവിടെ ഒരു ജീവിതം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ദുബായിയുടെ ഒരു ഭാഗമുണ്ട്. അത് ഈ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ട്രെയിലർ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. അതെ, ഒരുപാട് സാധാരണക്കാർ, നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല പണികളും അവിടെ പോയി ചെയ്യുന്ന മലയാളികളുണ്ട്. അപ്പോൾ അത് അവിടെ ഒന്ന് പച്ച പിടിച്ച് മുന്നോട്ട് കയറിയ ഒരുപാട് പേരുടെ, സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥകൾ കേട്ടിട്ടാണ് നമ്മൾ ആ നാട്ടിൽ പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കഥയാണ്. ഇപ്പൊ ദീപക് ചെയ്യുന്ന ക്യാരക്ടറും ദിവ്യപ്രഭ ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഒക്കെ എടുക്കുന്ന സ്ട്രഗിൾ ഈ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മലയാളിയുടെ എത്ര വലിയ ഒരു സ്വപ്നമാണ് ദുബായിൽ ഒരു ലൈഫ് സെറ്റിൽ ആവുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും പറയുമ്പോഴും ഞങ്ങളുടെ സർക്കീട്ടിന് ഭാഗത്ത് നിന്ന് ഇവിടെ ദീപക്കും തമറും DOP എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ദീപകിന് ഗായ് ഹു നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ അറ്റ് ഓൾ ടു മലയാളീസ്. അപ്പോൾ ദീപകിലേക്ക് ഞങ്ങളൊന്ന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. കുറച്ചേരം ഇവിടെ ഇരിവാ. നമസ്കാരം. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.